السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم فإن شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. حسبنا الله حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله عليه توكلت وإليه أنيب. ഈ അനുഗ്രഹീതമായ സംഗമത്തിൽ സന്നിഹിതരായിട്ടുള്ള വേദിയിലെ പണ്ഡിത മഹത്തുക്കളും വിശിഷ്ട സാന്നിധ്യങ്ങളുമായ സഹോദരന്മാരെ, ഇരട്ടക്കുളങ്ങര മസ്ജിദിന്റെയും മദ്രസയുടെയും ഒക്കെ കാർമ്മികത്വം നിർവഹിക്കുന്ന അഭിവന്യരായ നേതാക്കളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സർവശക്തനും ജഗന്നിയന്താവുമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സംഗമം അവൻ ഇഷ്ടപ്പെടുന്ന അമലായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ
നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഇതുപോലെ സന്തോഷത്തോടുകൂടി സംഗമിക്കാനുള്ള സൗഭാഗ്യം നമുക്കേവർക്കും നൽകുമാറാകട്ടെ. ഈ മഹത്തായ മസ്ജിദിന്റെയും മനോഹരമായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഈ അങ്കണത്തിന്റെയും ഈ വിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠമായ മജ്‌ലിസിന്റെയുമെല്ലാം പുണ്യം കൊണ്ട് അല്ലാഹു നമ്മിൽ നിന്നും സംഭവിച്ച സകല അപരാധങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കുകയും ശിഷ്ടകാലം പാപമുക്തമായ ജീവിതം നയിക്കാനുള്ള ഭാഗ്യം നമുക്കൊക്കെ നൽകുകയും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഇന്നലെ തുടക്കം കുറിച്ച് ഇന്ന് അവസാനിക്കാനിരിക്കുന്ന മാസം തോറും നടത്തി വരാറുള്ള വാർഷിക സലാത്ത് മജ്‌ലിസുകളുടെ വാർഷികമാണ് നമ്മൾ ഇന്ന് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു ഖിയാമത്ത് നാൾ വരെ ഈ മസ്ജിദിന്റെ സുഹൃതമായി, ഈ നാടിന്റെ വസന്തമായി, മദീനയിൽ നിന്നും അണപൊട്ടി ഒഴുകുന്ന അനുരാഗത്തിന്റെ അടയാളമായി സലാത്ത് മജ്‌ലിസുകളെ നിലനിർത്തി തരുമാറാകട്ടെ. വളരെ ബൃഹത്തായ ഒരു വിഷയമാണ്, വിശാലമായ ഒരു പ്രമേയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. സൈബർ യുഗത്തിലെ മുസ്ലിം യുവത. ആയിരത്തി 400 വർഷങ്ങൾക്ക് മുമ്പ് ആധുനിക സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകലമാന അധാർമിക പ്രവർത്തനങ്ങളെയും അതിരുകവിഞ്ഞ അക്രമ പ്രവർത്തനങ്ങളെയും ഒക്കെ കണ്ണിൽ കണ്ട ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അനുയായികളോട് ചില ആശങ്കകൾ പങ്കുവെക്കുകയുണ്ടായി. അല്ലാഹുവിന്റെ ഹബീബ് ഒരിക്കൽ പ്രവാചകന്റെ അനുയായികളോട് ചോദിക്കുകയാണ്, സഹാബാക്കളെ, കൈഫ ബിക്കും ഇദാ തഗാ നിസാഉകും വഫസഖ ശബാബുകും, കൈഫ ബിക്കും ഇദാ തഗാ നിസാഉകും വഫസഖ ശബാബുകും വതറക്തും ജിഹാദകും. നിങ്ങൾക്ക് എന്തു പറയാനുണ്ട്? എങ്ങനെയുണ്ടാകും സഹാബത്തെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഇദാ തഗാ നിസാഉകും, നിങ്ങളുടെ സഹോദരിമാർ, നിങ്ങളുടെ ഉമ്മമാർ, നിങ്ങളുടെ പെൺകുട്ടികൾ, നിങ്ങളുടെ ഭാര്യമാർ, സമൂഹത്തിലെ പാതിവ്രത്യം സംരക്ഷിക്കുന്ന നിങ്ങളുടെ നാരിമാർ, ഇവർ അഭിസാരികളായി മാറിക്കഴിഞ്ഞാൽ, ഇവർ അതിക്രമം കാണിക്കുന്നവരായി മാറിക്കഴിഞ്ഞാൽ, സഹോദരിമാർ അക്രമകാരികളായി മാറുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടായിരിക്കും സഹാബാക്കളെ? അല്ലാഹുവിന്റെ റസൂലിന്റെ അനുയായികൾക്ക് വിശ്വാസം വന്നില്ല. ഫഇന്ന ദാലിക ലകാഇനു യാ റസൂലല്ലാഹ്, അങ്ങനെയൊക്കെ സംഭവിക്കൂ നബിയേ, അങ്ങനെയൊക്കെ ഉണ്ടാവോ നബിയേ? ഞങ്ങളുടെ ഉമ്മമാരോ, ഞങ്ങളുടെ ഭാര്യമാരോ, ഞങ്ങളുടെ സഹോദരിമാരോ, ഞങ്ങളുടെ പെൺകുട്ടികളോ? ഏത് കാലത്താണ് അല്ലാഹുവിന്റെ റസൂൽ ഈ ഒരു ആശങ്ക പങ്കുവെക്കുന്നത് എന്നൊന്ന് ആലോചിച്ചു നോക്കണം നമ്മൾ. പാലിൽ വെള്ളം ചേർത്തുകൊണ്ട് വിൽക്കാൻ ഒരു ഉമ്മ മകളോട് പ്രേരിപ്പിക്കുകയാണ്, മോളെ, പാലിൽ വെള്ളം ചേർത്ത് നമുക്ക് കച്ചവടം ചെയ്താൽ അമിതമായ ലാഭം കിട്ടുമല്ലോ മോളെ. നമ്മുടെ ഭരണാധികാരിയായ ഉമർ അതിനെ വിലക്കിയിട്ടുണ്ടെങ്കിലും ഉമർ നമ്മെ കാണാൻ നമ്മുടെ മുമ്പിലില്ലല്ലോ പൊന്നുമോളെ. അതുകൊണ്ട് നമുക്ക് പാലിൽ വെള്ളം ചേർത്ത് കച്ചവടം ചെയ്യാം പൊന്നുമോളെ. മകളോട് ഒരു ഉമ്മ നൽകുന്ന ഉപദേശത്തിന്റെ മുമ്പിൽ ഉമ്മ, ഇല്ല ഉമ്മ, ഇല്ല ഉമ്മ, ഇല്ല ഉമ്മ, ഒരിക്കലും തന്നെ ഞാൻ ആ അക്രമം ചെയ്യില്ല ഉമ്മ, ആ തിന്മ ഞാൻ ചെയ്യില്ല ഉമ്മ.
പാലിൽ വെള്ളം ചേർത്ത് കച്ചവടം ചെയ്യരുതെന്ന് കൽപ്പിച്ച അധിപനായ ഉമർ ഇബ്നുൽ ഖത്താബ് നമ്മെ കാണുന്നില്ലെങ്കിലും ഫറബ്ബു അമീരിൽ മുഅ്മിനീന യറാനാ, അമീറുൽ മുഅ്മിനീനായ ഉമർ ഇബ്നുൽ ഖത്താബിന്റെയും എന്റെയും നിങ്ങളുടെയും ഈ ബ്രഹ്മാണ്ഡ കടാഹങ്ങളുടെയും അഖിലമാന സൃഷ്ടിപ്പും സംരക്ഷണവും സംഹാരകർ കൃത്യവും ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന സൃഷ്ടാവായ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഉമ്മ. അതുകൊണ്ട് ആ തിന്മ എന്നോട് ചെയ്യാൻ പറയരുത് ഉമ്മ. ഒരിക്കലും ഞാൻ ആ തിന്മ ചെയ്യില്ല ഉമ്മ. ഉമ്മാന്റെ മുമ്പിൽ ആത്മധൈര്യത്തോടുകൂടി ആ തിന്മ ചെയ്യാനുള്ള മനസ്സില്ലെന്ന് പ്രഖ്യാപിക്കാനുള്ള ഈമാനികമായ ആവേശമുണ്ടായിരുന്ന സഹോദരിമാര് ജീവിച്ചു പോയ കാലഘട്ടത്തിലാണ്, നാരിമാര് ജീവിച്ചു പോയ കാലഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആശങ്ക, നിങ്ങളുടെ സഹോദരിമാർ അതിക്രമകാരികളായി മാറിയാൽ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പ്രിയപ്പെട്ട സഹാബാക്കൾക്ക്. അങ്ങനെയൊക്കെ സംഭവിക്കുമോ നബിയേ? അങ്ങനെയൊക്കെ സംഭവിക്കുമോ നബിയേ? വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കരങ്ങളിലാണോ ആ സൃഷ്ടാവായ തമ്പുരാൻ തന്നെ സത്യം. പ്രിയപ്പെട്ട സഹാബാക്കളെ, ലഅശദ്ദു മിൻഹു സയകൂൻ, അതിനേക്കാൾ ഗുരുതരമായി ഇത് സംഭവിക്കാനിരിക്കുകയാ, അതിനേക്കാൾ ഭീതിജനകമായ അവസ്ഥകൾ നടക്കാനിരിക്കുകയാ. നിങ്ങളുടെ സമൂഹത്തിലെ സഹോദരിമാര് മാത്രമല്ല, നിങ്ങളുടെ സമൂഹത്തിലെ യുവാക്കളും തമ്മാടികളായി മാറുന്ന കാലഘട്ടം അതിവിദൂരമല്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരിമാര് മാത്രമല്ല, നിങ്ങളുടെ സമൂഹത്തിലെ നാരിമാര് മാത്രമല്ല, നിങ്ങളുടെ സമൂഹത്തിലെ യുവാക്കളും അതിക്രമകാരികളായി മാറുന്ന ഒരു കാലഘട്ടം വിദൂരമല്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബിമാർക്ക് വിശ്വാസം വന്നില്ല. അങ്ങനെയൊക്കെ സംഭവിക്കുമോ നബിയേ? ഞങ്ങൾ തമ്മാടികളായി മാറുമോ നബിയേ? ഞങ്ങൾ അതിക്രമകാരികളായി മാറുമോ യാ റസൂലല്ലാഹ്? ഏത് കാലത്താണ് മുസ്തഫായ നബി തങ്ങളുടെ പ്രസ്താവന എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം എന്റെ ചെറുപ്പക്കാരാ. ഇരട്ടക്കുളങ്ങരയുടെ ഈ മനോഹരമായി അണിഞ്ഞു നിൽക്കുന്ന മസ്ജിദിന്റെ അങ്കണത്തിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരെ, ഏത് കാലഘട്ടത്തിലാണ് സഹാബിമാരോട് റസൂലുള്ളാഹി അങ്ങനെ ഒരു കാര്യം പറയുന്നത്? ഒരു ചെറുപ്പക്കാരൻ എങ്ങനെ നടന്നു വരികയാ, ഉസ്മാൻ ഇബ്നു അഫ്ഫാനിന്റെ മജ്ലിസിലേക്ക് കടന്നു വരികയാ. സുന്ദരനായിരുന്നു ആ ചെറുപ്പക്കാരൻ, സുമുഖനായിരുന്നു ആ ചെറുപ്പക്കാരൻ. വരുന്ന വഴിയോരങ്ങളിൽ വെച്ചുകൊണ്ട് എവിടെയോ വെച്ചിട്ടൊരു സുന്ദരി പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കിപ്പോയി. അറിയാതെ ഒരു പെണ്ണിനെ കണ്ടുപോയി. കടന്നു വരുന്ന ആ യുവാവിന്റെ മുഖത്ത് നോക്കിയിട്ട്, ചെറുപ്പക്കാരാ, നീ വലിയ ഖുർആനിന്റെ ആളാണെന്ന് പറയുന്നല്ലോ, നീ വലിയ സുന്നത്തിന്റെ ആളാണെന്ന് പറയുന്നുവല്ലോ, നിന്റെ മുഖത്ത് വ്യഭിചാരത്തിന്റെ അടയാളമുണ്ടടാ മോനെ, നിന്റെ കണ്ണുകളിൽ അസറുസിനാ, വ്യഭിചാരത്തിന്റെ അടയാളം ഒളിഞ്ഞു കിടക്കുന്നുണ്ടല്ലോ പൊന്നുമോനെ. അതുകൊണ്ട് ഇനി മുതൽ അങ്ങനെ ചെയ്യരുതടാ മോനെ. ഇല്ല ഉസ്മാന് തങ്ങളെ, ഇല്ല ഉസ്മാന് തങ്ങളെ, ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല ഉസ്മാന് തങ്ങളെ. അറിയാതെ പറ്റിപ്പോയതാ, അറിയാതെ ചെയ്തു പോയതാ. മാപ്പിരന്നില്ലേ, തൗബ ചെയ്തില്ലേ ആ ചെറുപ്പക്കാരൻ? അങ്ങനെയുള്ള ഈമാനികമായ ആവേശമുള്ള ചെറുപ്പക്കാര്, യുവാക്കള് ജീവിച്ചു പോയ ഒരു കാലഘട്ടത്തിലാണ് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ യുവാക്കളും തമ്മാടികളായി മാറും. നിങ്ങളുടെ സഹോദരിമാർ മാത്രമല്ല, നിങ്ങളുടെ ചെറുപ്പക്കാരും അതിക്രമകാരികളായി മാറുന്ന ഒരു കാലഘട്ടം കടന്നു വരും. അള്ളാഹുവിന്റെ റസൂലിനോട് സഹാബിമാര് ചോദിക്കാൻ, അങ്ങനെയൊക്കെ ഉണ്ടാവോ നബിയെ? അങ്ങനെയൊക്കെ ഉണ്ടാവോ? അതിനേക്കാൾ വലുത് കാണാനിരിക്കുകയാണ്.
അതിനേക്കാൾ വലുത് വരാനിരിക്കുകയാണ്. എന്നിട്ടോ ഇങ്ങനെയൊക്കെ അധർമ്മങ്ങൾ നടമാടുന്ന കാഴ്ച നിങ്ങൾ കണ്ടിട്ടോ? വതറക്തും ജിഹാദക്കും, നിങ്ങളാണെങ്കിലോ ജിഹാദിനെ ഉപേക്ഷിക്കുകയും ചെയ്തു. നിങ്ങൾ ജിഹാദിനെ ഉപേക്ഷിക്കുകയും ചെയ്തു. എന്താണ് ജിഹാദ്? ഫാനൊന്ന് കുറച്ച് പൊക്കി വെക്കൂ, ഒരു കസേരന്റെ മേലെ വെച്ചാൽ. നിങ്ങൾ ജിഹാദിനെ ഉപേക്ഷിക്കുകയും ചെയ്തു. ഏതാണ് ഇവിടെ നിർവഹിക്കേണ്ട ജിഹാദ്? ഏതാണ് ഇവിടെ നിർവഹിക്കപ്പെടേണ്ട പോരാട്ടം? അത് വാളെടുക്കേണ്ട പോരാട്ടത്തെ കുറിച്ചല്ല, ബോംബെടുക്കേണ്ട പോരാട്ടത്തെ കുറിച്ചല്ല, തോക്കെടുക്കേണ്ട പോരാട്ടത്തെ കുറിച്ചല്ല. പാരീസിന്റെ തെരുവോരങ്ങളിൽ നിരപരാധികളായ ആയിരക്കണക്കിന് മനുഷ്യ മക്കൾക്കിടയിലൂടെ ചാവേറുകളായി പൊട്ടിത്തെറിച്ച് തെറിച്ചു വീണ ആയിരക്കണക്കിന് കബന്ധങ്ങൾക്ക് മുകളിൽ കയറി നിന്നിട്ട് ഞങ്ങൾ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ആളുകളാണെന്ന് വിളിച്ചു പറയുന്ന IS തീവ്രവാദികൾ കാണിക്കുന്ന ജിഹാദിനെ കുറിച്ചല്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. ആ ജിഹാദല്ല, അത് നമുക്ക് ഭൂഷണമായ കാര്യമല്ല. അത്തരം തീവ്രമായ സമീപനങ്ങൾ യുവാക്കളെ, ചെറുപ്പക്കാരെ നമുക്ക് ഒരിക്കലും തന്നെ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. പക്ഷേ റസൂലുള്ളാഹി പറയുന്ന ജിഹാദ് ഏതാണ്? നിങ്ങൾ ഒഴിവാക്കി എന്ന് പറയുന്ന ജിഹാദ് ഏതാണ്? ഈ അധർമ്മങ്ങൾക്ക് എതിരെയുള്ള പോരാട്ടമാ, ഈ തിന്മകൾക്ക് എതിരെയുള്ള പോരാട്ടമാ, ഈ തമ്മാടിത്തരങ്ങൾക്കെതിരെയുള്ള പോരാട്ടമാ. അരുതെന്ന് പറയാൻ ആളുകളെ കിട്ടാത്ത ഒരു ലോകത്തല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞവസാനിപ്പിച്ചില്ല. റസൂലുള്ളാഹി പറയുകയാണ്, സഹാബാക്കളെ, സഹാബാക്കളെ, കൈഫ ബികും ഇദാ റഅയ്തുമുൽ മുൻകറ മഅറൂഫാ വൽ മഅറൂഫ മുൻകറാ. നന്മയെ തിന്മയായി കാണുകയും നന്മയെ തിന്മയായി കാണുകയും തിന്മയെ നന്മയായി കാണുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം കടന്നു വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നന്മയെ തിന്മയായി കാണുകയും തിന്മയെ നന്മയായി കാണുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം അതിവിദൂരമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറയൂ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹദീസ് അവസാനിപ്പിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, അല്ലാഹു പറയുന്നു, ബി ഹലഫ്തു, അല്ലാഹുവിനെ തന്നെ സത്യം ചെയ്തുകൊണ്ട് പറയാണ്, ലഉസല്ലിതന്ന അലൈഹിം ഫിത്ന, ലഉസല്ലിതന്ന അലൈഹിം ഫിത്ന. ഈ സമൂഹത്തിന്റെ മേൽ ഞാൻ വിനാശത്തെ ആധിപത്യം ചെലുത്തുന്നതാണ് പ്രിയപ്പെട്ടവരെ. ഈ സമൂഹത്തിന്റെ മേൽ നാം ഫിത്നയുടെ ആധിപത്യം ഉണ്ടാക്കുന്നതാണ്. ഫിത്നതൻ തദഉൽ ഹലീമ ഫീഹിമുൽ ഹൈറാൻ. സമൂഹത്തിലെ ഹലീമായ വ്യക്തികൾ, സമൂഹത്തിലെ വിവേകശാലികളായ ആളുകൾ, സമൂഹത്തിലെ ബോധമുള്ള വിദ്യാസമ്പന്നരായ സമചിത്തതയുടെ ആളുകളുണ്ടല്ലോ, നല്ല നടപ്പ് നടക്കണമെന്ന് ചിന്തിക്കുന്നവർ, നല്ല പോലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടല്ലോ, പള്ളി പരിപാലകര്, മസ്ജിദിൽ വന്നിരിക്കുന്നവര്, പടച്ച തമ്പുരാനെ പേടിച്ച് നടന്നു പോകുന്നവര്, പള്ളിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പ്രഭാഷണം നിർവഹിക്കുന്ന പണ്ഡിതന്മാര്, ദീനീ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന നല്ല മനുഷ്യരായ ആളുകളൊക്കെയുണ്ടല്ലോ. എല്ലാവരും ഹൈറാനായി പോകും, എല്ലാവരും വിഭ്രാന്ത ചിത്തരായി പോകും. ആർക്കും ഒന്നും പ്രതികരിക്കാൻ പറ്റില്ല, ആർക്കും ഒന്നും എതിർക്കാൻ പറ്റില്ല, ആർക്കും ഒന്നും അരുതെന്ന് പറയാൻ പോലും പറ്റില്ല. പള്ളി മെഹ്റാബിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് മദ്യപാനത്തിനെതിരെ ശബ്ദിച്ച അഭിമന്യരായ പണ്ഡിതന്മാരെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കരാവോ ചെയ്യാൻ മടിയില്ലാത്ത ആധുനിക യുവാക്കൾ ജീവിക്കുന്ന കാലഘട്ടത്തിലല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലേ? നന്മ പറയാനുള്ള ആളുകൾ പോലും ഇല്ലാതെയായി പോയി, ആർക്കും നന്മ പോലും പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയി.
പറഞ്ഞാൽ മിണ്ടരുത്, വായ അടപ്പിക്കുന്ന അർത്ഥത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അല്ലേ? എല്ലാ രംഗങ്ങളിലും അങ്ങനെയായി. നന്മ പറയാൻ ആളില്ല. ഈ അടുത്ത കാലത്തല്ലേ സമൂഹത്തിലെ സഹോദരിമാർ ടൈറ്റ് ഫിറ്റ് ജീൻസ് ധരിച്ചുകൊണ്ട് നാട്ടിലൂടെ ഇറങ്ങി നടക്കുന്ന കാഴ്ച കണ്ടിട്ട് കേരളത്തിന്റെ ഗാനഗന്ധർവനായ യേശുദാസ് എന്ന് പറയുന്ന ഒരു സാംസ്കാരിക നായകൻ അദ്ദേഹം പറഞ്ഞു, ഇതൊരു വല്ലാത്ത ആഭാസമാണ്. പെൺകുട്ടികൾ ഇങ്ങനെ ഇറുകിപ്പിടിച്ച വസ്ത്രങ്ങൾ ധരിച്ച് നടക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത സാംസ്കാരിക ശൂന്യത അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ കേവലം ഒരു പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക നായകൻ ഒന്ന് പ്രതികരിക്കുമ്പോഴേക്കും മിണ്ടിപ്പോകരുത്, മിണ്ടരുത്, പാട്ടുപാടി അരമനകളിൽ അടങ്ങിയൊതുങ്ങി ഇരുന്നാൽ മതി, ഞങ്ങളുടെ വസ്ത്രവിധാനത്തിൽ കൈയിടേണ്ടെന്ന് പറഞ്ഞിട്ട് യേശുദാസ് എന്ന പൊതുസമൂഹം അംഗീകരിക്കുന്ന കേരളത്തിന്റെ ഗാനഗന്ധർവനായ സാംസ്കാരിക നായകന്മാരിൽ പ്രധാനിയായ ഒരു മനുഷ്യനെ പോലും വായ അടപ്പിക്കുന്ന അർത്ഥത്തിൽ കേരളത്തിലെ മഹിളാ അസോസിയേഷന്റെ നായികമാർ മുന്നോട്ട് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആരൊന്നും പറയാൻ പാടില്ല, ആരും എതിർക്കാൻ പാടില്ല. എന്ത് ദുരാചാരവും നടന്നോട്ടെ, എന്ത് അതിക്രമങ്ങളും നടന്നോട്ടെ, സദാചാര ഗുണ്ടായിസം എന്ന് പേര് പറഞ്ഞിട്ട് നന്മക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകളെ പോലും അതിൽ ഉൾപ്പെടുത്തിയിട്ട് സകല തോന്നിവാസത്തരവും അതിന്റെ മറവിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മറൈൻ ഡ്രൈവിന്റെ മധ്യത്തിൽ കടന്നു വന്ന് കൊച്ചി മഹാനഗരത്തിന്റെ മധ്യത്തിൽ മദാലസയെ പോലെ മയങ്ങിക്കിടക്കുന്ന മറൈൻ ഡ്രൈവിന്റെ തീരത്ത് വെച്ച് ചുണ്ടുകൾ പരസ്പരം കടിച്ചു കീറിയ രണ്ടു ദമ്പതിമാരെന്ന് അവകാശപ്പെട്ട കാമുകന്മാർ, പേരൊന്നും ഞാൻ പറയുന്നില്ല. പേര് പറഞ്ഞാൽ പ്രശ്നമാവും, പേര് പറഞ്ഞാൽ പ്രശ്നമാകും. എതിർക്കാൻ പറ്റാത്ത കാലാണ്. ഒരു പണ്ഡിതൻ സമുദായത്തിലെ പേര് വെച്ച ഒരു സഹോദരിയെ കുറിച്ച് അവളെ എന്തോ ഫേസ്ബുക്കിൽ എന്തോ അനിസ്ലാമികമായി ശബ്ദിച്ചപ്പോൾ, സമുദായത്തിനെതിരെ ശബ്ദിച്ചപ്പോൾ ആ പെണ്ണിനൊരു പ്രഭാഷകൻ ഒന്ന് ഗുണദോഷിച്ചതാണ് പൊതുവേദിയിൽ വെച്ചിട്ട്. അഴികളെണ്ണാൻ കേസ് കൊടുക്കാൻ വരെ മുന്നോട്ട് കടന്നു വന്ന് സമുദായത്തിന്റെ തട്ടമിടാത്ത പേര് വെച്ച സഹോദരിമാർ ഈ മതത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ പണ്ഡിതന്മാരെ പോലും തേജോവധം ചെയ്യുന്ന ഏർപ്പാടിലേക്ക് കാര്യങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തില് അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ സഹാബാക്കളെ, ഇതൊന്നും അത്ഭുതമല്ല സഹാബാക്കളെ. ഇനി എന്തൊക്കെയാണ് നടക്കാനിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ? നടുറോട്ടിൽ വെച്ചുകൊണ്ട് ഒരു ആണും പെണ്ണും പരസ്പരം വേൾക്കുക തന്നെ ചെയ്യുന്നതാ, പരസ്പരം അവർ തമ്മിൽ ഒരുമിച്ച് ചേരുന്നതാ. ലാ തഖൂമു ഹത്താ തുജദുൽ മർഅതു ലഹറാ നടുറോട്ടിൽ വെച്ചുകൊണ്ട് ഒരു ആണും പെണ്ണും ഒന്നിച്ചു ചേർന്ന് നിൽക്കുന്നതാ. അവർ പരസ്പരം ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടുന്ന കാഴ്ച നിങ്ങൾക്ക് കാണേണ്ടി വരുന്നതാ. ആരും തന്നെ അതിനെതിരെ പറയാൻ ഇവിടെ ആളുകൾ ഉണ്ടാവില്ല. എന്റെ പ്രിയപ്പെട്ട സഹാബിമാരെ, ആരും തന്നെ എതിർക്കാനുണ്ടാവില്ല, ആരും തന്നെ അരുതെന്ന് പറയാനുണ്ടാവില്ല. ഫയഖൂലു അംസലുഹും യൗമഇദിൻ. ആ ഒരു കാലഘട്ടം കടന്നു വരുമ്പോൾ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് റസൂലുള്ളാഹി പറയുകയാണ്, മോനെ, അന്നേ കാലഘട്ടം കടന്നു വരുമ്പോ നാഷണൽ ഹൈവേയുടെ ഓരത്ത് വെച്ചുകൊണ്ട് ഒരു ആണും പെണ്ണും അവിഹിതമായ വീഴ്ചയിൽ ഏർപ്പെടുന്ന കാഴ്ചകൾ കണ്ടു നിന്നിട്ട് കണ്ണറച്ചു പോകുന്ന അവസ്ഥകൾ ഉണ്ടാകുമ്പോ അല്ലദീ യഖൂലു ലൗ നഹൈതഹാ അനി ത്വരീഖ് ഖലീലാ. ഒന്ന് എതിർക്കാൻ പോയിട്ട്, അരുതെന്ന് പറയാൻ പോയിട്ട് ഒന്ന് വഴിമാറി നിന്നുകൂടെ നിങ്ങൾക്ക്? ആ മതിലിന്റെ അപ്പുറത്തേക്കൊന്ന് മറിഞ്ഞു നിന്നുകൂടെ നിങ്ങൾക്ക്? എന്തിനാണ് ഈ പൊതുവഴിയിൽ, എന്തിനാണ് ഈ നാഷണൽ ഹൈവേയുടെ ഓരത്ത് വെച്ചുകൊണ്ട് ഈ ആഭാസങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിക്കാൻ ഒരു ചെറുപ്പക്കാരന് സാധ്യമായി കഴിഞ്ഞാൽ ഫദാലിക ഫീഹിം
ഫദാലിക ഫീഹിം മിസ്ല അബീ ബക്കറിൻ വഉമറിൻ ഫീകും. അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരൻ ഉണ്ടല്ലോ, ആ ചെറുപ്പക്കാരൻ നിങ്ങൾക്കിടയിലുള്ള അബൂബക്കറിന് സമാനമാ, ഉമറിന് സമാനമാ. അവർ രണ്ടുപേരും കാത്തു സൂക്ഷിച്ച ഈമാനികമായ കരുത്തുള്ളവർക്കല്ലാതെ അങ്ങനെ ഒരു വാക്കുപോലും പറയാൻ കഴിയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു ഈമാനികമായ ആവേശം ഉണ്ടാകണം. അബൂബക്കറിനെ പോലെയുള്ള, ഉമറിനെ പോലെയുള്ള ഈമാനികമായ കരുത്തുള്ളവർക്ക് മാത്രമേ അങ്ങനെ ഒരു വാക്കെങ്കിലും പറയാൻ കഴിയുകയുള്ളൂ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെ വരുമ്പോൾ ഖിയാമത്ത് നാൾ പിന്നെ അതിവിദൂരമല്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എല്ലാ സുഖ സൗകര്യങ്ങളും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാ. എല്ലാവിധ സാങ്കേതിക വിദ്യകളും നമ്മൾ ഇന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാ. നമ്മുടെ കൈകളിലുള്ള മൊബൈൽ ഫോണുകൾ, നമ്മുടെ കൈകളിലുള്ള അത്യാധുനിക വാർത്താവിനിമയ സംവിധാനങ്ങൾ നമ്മളെല്ലാം ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാ. ഈ സുഖ സൗകര്യങ്ങളൊക്കെയും പടച്ച തമ്പുരാൻ നമുക്ക് തന്നിട്ട് അല്ലാഹ് ഇഷ്ടപ്പെടാത്ത മാർഗത്തിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, അള്ളാനെ മറന്നു പോകരുത് മക്കളെ, അള്ളാനെ മറന്നു പോകരുത് എന്റെ പ്രിയപ്പെട്ടവരെ. ഒരു നിമിഷം മതി കേട്ടോ ഈ സുഖ സൗകര്യങ്ങളെ മുഴുവനും തകർത്താടാൻ പടച്ച തമ്പുരാൻ ഒരു നിമിഷം പോലും വേണ്ട കേട്ടോ, ഒരു നിമിഷം പോലും വേണ്ട കേട്ടോ. നന്ദി ചെയ്യാൻ നമുക്ക് കഴിയോ? ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ചു വന്നിരിക്കുകയാ നമ്മൾ, മനോഹരമായ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാ നമ്മള്, സുന്ദരമായ ഭവനങ്ങളിൽ, ശീതീകരിച്ച വാഹനങ്ങളിൽ, മനോഹരമായ സുഖാഡംബരത്തിന്റെ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ അള്ളാനെ മറന്നുപോയി, നമ്മൾ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ശുക്ർ ചെയ്യാൻ കഴിയുമെങ്കിൽ ഞാൻ ഇഷ്ടം പോലെ തരാമെന്ന് അള്ളാഹ് പറയുകയാണ്. നിങ്ങൾ ശുക്ർ ചെയ്യോ? ടെക്നോളജി വർദ്ധിച്ചു, മനുഷ്യന്റെ ജീവിതത്തിന്റെ വ്യവസ്ഥകളും ജീവിതത്തിന്റെ ഉപാധികളുമൊക്കെ വികസിച്ചു, സുഖിച്ച് രമിച്ച് നമ്മൾ അങ്ങനെ കഴിഞ്ഞുകൂടാൻ ഒരു കാലം ഉണ്ടായിരുന്നു. തവരയും കപ്പയും ഒക്കെ പുഴുങ്ങിയിട്ട് തിന്നിരുന്ന ഒരു കാലം. പാടത്തും പറമ്പിലും പണിയെടുത്ത് കഷ്ടപ്പെട്ട് പാതിരാത്രി വരെ പ്രയാസപ്പെട്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ കുടിക്കാൻ കഞ്ഞിവെള്ളമല്ലാതെ മറ്റൊന്നുമില്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു നമ്മുടെയൊക്കെ നാട്ടിൽ. നമുക്കൊന്നത് ഓർമ്മയില്ല. പഴയ കാലത്തെ ആളുകളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ കോരിത്തെരിച്ചു പോവുക എന്നല്ലാതെ നമ്മൾ അനുഭവിച്ചിട്ടില്ല, നമ്മളത് അനുഭവിച്ചിട്ടില്ല. നമ്മൾ ഇഷ്ടം പോലെ സുഖിച്ച്, ഇഷ്ടം പോലെ ഭോഗിച്ച്, ഇഷ്ടം പോലെ കുടിച്ച്, ഇഷ്ടം പോലെ ഭുജിച്ച് അങ്ങനെ അങ്ങ് ജീവിച്ചു പോവാ. ഗൾഫ് പണം അങ്ങനെ ഒഴുകാണ്. നമ്മുടെയൊക്കെ നാട്ടിലെയും വീട്ടിലെയും സഹോദരന്മാർ വിയർപ്പ് പറ്റിയിട്ട് രക്തമൊഴുക്കിയിട്ട് അന്യദേശത്ത് പോയിട്ട് കഷ്ടപ്പെട്ടിട്ട് അയച്ചു തരുന്ന പണം ഉപയോഗിച്ചിട്ട് സമുദായത്തിന്റെ സഹോദരി ഭർത്താവ് അയച്ചു തരുന്ന പണം ഉപയോഗപ്പെടുത്തിയിട്ട് റീചാർജ് ചെയ്തിട്ട് അന്യപുരുഷന് പാതിരാത്രികൾ സമ്മതിച്ചിട്ട് കിടന്നുറങ്ങിയിട്ട് ബെഡ്റൂമുകൾ മണിയറയാക്കി മാറ്റുന്ന പ്രിയപ്പെട്ട സമുദായത്തിന്റെ തട്ടമിട്ട സഹോദരിമാരെ, അള്ളാനെ മറന്നു പോകരുത് മോളെ, അള്ളാനെ മറന്നു പോകരുത് മോളെ. ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ ശുക്ർ ചെയ്യുമോ? നിങ്ങൾ നന്ദി ചെയ്യുമോ? നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഞാൻ തരാമെന്ന് അല്ലാഹ് പറയുകയാ. വലഇൻ കഫർതും. നിങ്ങൾ നന്ദി കേട് കാണിക്കുകയാണോ? നിങ്ങൾ അള്ളാനെ മറന്നു പോവുകയാണോ? പടച്ച തമ്പുരാൻ തന്ന ആയുസ്സും ആരോഗ്യവും ജീവിതത്തിന്റെ സുഖ സൗകര്യങ്ങളുമൊക്കെ അല്ലാഹ് ഇഷ്ടപ്പെടാത്ത മാർഗത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പടച്ചവനെ മറന്നു കഴിഞ്ഞാൽ ഇന്ന അദാബീ ലശദീദ്. എന്റെ അദാബ് കഠിന കഠോരമാ, എന്റെ അദാബ് കഠിന കഠോരമാ. അത് എപ്പോഴാണ് കടന്നു വരിക എന്ന് പറയാൻ കഴിയില്ല. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനില്ലാതെ കഷ്ടപ്പെടുന്ന എത്രയോ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോവുകയാ. റോഡ് നിരത്തെ പാത്രങ്ങൾ നിറച്ചു വെച്ചിട്ട് വണ്ടി വെള്ളം വരുന്നതും കാത്തിരുന്നുകൊണ്ട് മണിക്കൂറുകൾ ചെലവഴിച്ചിട്ട് അവസാനം വെള്ളമില്ലെന്ന് പറഞ്ഞിട്ട് വാഹനം തിരിച്ചു പോകുമ്പോ നമ്മൾ അല്ലാഹനെ മറക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ആകാശത്തു നിന്നും ഇഷ്ടം പോലെ മഴമേഘങ്ങളിലൂടെ വെള്ളം വർഷിപ്പിച്ചു
തരുന്ന തമ്പുരാൻ. അള്ളാഹ് നമ്മളെ മറക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അള്ളാഹിനെ കുറിച്ച് നമ്മൾ ഓർക്കുന്നില്ല എന്റെ പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ അനുഭവങ്ങൾ വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. എത്രയോ സമൂഹത്തിന്റെ വിനാശത്തെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആൻ ശരീഫ് ഒന്ന് തുറന്നു നോക്കിയാൽ എത്രയെത്ര സമൂഹത്തിന്റെ വിനാശകരമായ അവസ്ഥകളെ കുറിച്ചുള്ള പാഠങ്ങളാ അള്ളാഹു പരിചയപ്പെടുത്തി തരാൻ. അള്ളാഹു പഴയ സമൂഹങ്ങളെ നശിപ്പിച്ച് കളഞ്ഞതിന്റെ ചരിത്രം അള്ളാഹു നമുക്ക് പറഞ്ഞ് എണ്ണി പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. എത്രയോ സമൂഹം അതിക്രമകാരികളായി ജീവിച്ചപ്പോൾ, തമ്മാടികളായി ജീവിച്ചപ്പോൾ, താന്തോന്നിത്തരം ചെയ്തപ്പോൾ, അള്ളാനെ മറന്നുപോയപ്പോൾ, മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയെ കുറിച്ച് അറിയില്ലേ? അതിക്രമകാരികളായിരുന്നു അവർ, തമ്മാടികളായിരുന്നു അവർ, അഭിസാരികളായിരുന്നു അവർ, പടച്ച തമ്പുരാനെ മറന്നുപോയിരുന്നു അവർ, അവിഹിതമായ രീതിയിലൂടെ ശാരീരികമായ ബന്ധം പുലർത്തുകയായിരുന്നു അവർ. ലോകമിന്നേവരെ കണ്ടിട്ടില്ലാത്ത പ്രകൃതി വിരുദ്ധമായ ലൈംഗിക വൃത്തിയിൽ അവർ ഏർപ്പെട്ടുപോയി. ആണും തമ്മിലുള്ള ശാരീരിക ബന്ധത്തിൽ അവർ ഏർപ്പെട്ടുപോയി. ആദ്യമൊക്കെ രഹസ്യമായിട്ടായിരുന്നു, രഹസ്യഭാവം സ്വീകരിച്ചുകൊണ്ടായിരുന്നു ആദ്യമൊക്കെ നടമാടിയത്. പിന്നീട് പരസ്യമായി, പിന്നീട് എല്ലാം പരസ്യമായി. നടുറോട്ടിലും അതിക്രമങ്ങളായി. സ്റ്റേജ് കെട്ടിയിട്ട് പൊതുവേദിയിൽ പോലും ആണും തമ്മിൽ സ്വവർഗരതിയിൽ ഏർപ്പെട്ടു പോയ ആ ജനതയിലേക്കാണ് മഹാനായ നബിയുല്ലാഹി ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നത്. ലൂത്ത് നബി അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ തെമ്മാടിത്തരം ചെയ്യല്ലേ, നിങ്ങൾ ഈ അതിക്രമകാരികളായി മാറില്ലേ? അതഅതൂനൽ ഫാഹിശത മാ സബഖകും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ. ലോകത്തിന്നേ വരെ ആരും ചെയ്തു കൂട്ടിയിട്ടില്ലാത്ത തെമ്മാടിത്തരങ്ങൾ നിങ്ങൾ ചെയ്യുകയാണോ? അതിനു മുമ്പേ ഒരിക്കലും അങ്ങനെ പ്രകൃതി വിരുദ്ധമായ ഹോമോസെക്ഷലിൽ ഏർപ്പെടുന്ന പ്രവൃത്തി ലോകത്തുണ്ടായിരുന്നില്ലത്രേ. ലൂത്ത് നബിയുടെ ധിക്കരിച്ചു പോയ ജനതയായിരുന്നു അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. ഇന്നകും ലതഅതൂന റിജാല ശഹവ, നിങ്ങൾ ആണുങ്ങളിലേക്ക് പ്രാപിക്കുകയാണോ? മിൻ ദൂനിൻ നിസാ, നിങ്ങൾക്കിടയിലുള്ള സഹോദരിമാരെ മാറ്റി നിർത്തിയിട്ട്, പെണ്ണുങ്ങളെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ ആണുങ്ങൾ തമ്മിൽ പരസ്പരം രമിക്കുകയാണോ? ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ, നിങ്ങൾ വല്ലാത്ത വേണ്ടാത്ത തരം ചെയ്യുന്നവരല്ലേ, നിങ്ങൾ വല്ലാതെ അതിക്രമിച്ചു പോയവരായി മാറിയല്ലോ. എന്ത് തെമ്മാടിത്തരമാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് ചോദ്യം ചെയ്ത് കടന്നു വന്ന മഹാനായ നബിയുല്ലാഹി ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നപ്പോൾ വമാ കാന ജവാബ ഖൗമിഹി ഇല്ലാ അൻ ഖാലൂ അഖ്രിജൂഹും മിൻ ഖറിയതികും, അവിടെയുള്ള ആളുകൾ എല്ലാവരും ലൂത്ത് നബിക്കെതിരെ തിരിയുകയാണ്. ഏതാണ് ഈ സദാചാരവാദി? ഏതാണ് ഈ സദാചാരവാദി? ഇവൻ വല്ലാത്ത ശുദ്ധൻ കടന്നു വന്നിരിക്കുന്നു. ഇവൻ ഏതാണോ മനുഷ്യൻ? ഇവനെ നിങ്ങൾ ആട്ടി പറഞ്ഞേച്ചുകൊള്ളൂ. ഇന്നഹും മുനാസുൻ യതതഹറൂൻ, ഇവർ വലിയ ശുദ്ധന്മാർ, ഇവർ വലിയ സദാചാരവാദികൾ. ഇവരേതാണ് ആളുകൾ? ആരാണ് ഈ ലൂത്തിന്റെ അനുയായികൾ? അവരാട്ടി പുറത്തയച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ആ തമ്മാടികൾ മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വെല്ലുവിളിക്കുകയാണ്. മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം വല്ലാതെ വിവശനായി, വല്ലാതെ കഷ്ടപ്പെട്ടു പോയി. ഈ സമൂഹം ഈ തമ്മാടിത്തരം ഉപേക്ഷിക്കുന്നില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കുറച്ച് അതിഥികളായ കുട്ടികളുടെ രൂപത്തിലുള്ള ചെറുപ്പക്കാരെ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ്. മഹാനായ ലൂത്ത് നബിയുടെ വീട്ടിലേക്ക് കുറച്ച് ചെറുപ്പക്കാർ, സുന്ദരന്മാരായ ചെറുപ്പക്കാർ കടന്നു വരികയാണ്. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ കുട്ടികളെ നന്നായി സൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ അതിഥികളാണല്ലോ, അവരെ നന്നായി സൽക്കരിച്ച് അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ
ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വീട്ടിലേക്ക് കടന്നു വന്ന ആ ചുറുചുറുക്കുള്ള സുന്ദരന്മാരായ കുട്ടികളെ കണ്ടപ്പോൾ ലൂത്ത് നബിക്കൊരു ഭാര്യയുണ്ടായിരുന്നു. വഞ്ചകിയായിരുന്നു ആ ഭാര്യ, തമ്മാടിയായിരുന്നു ആ ഭാര്യ. ലോക ചരിത്രത്തിൽ 2 പ്രവാചകന്മാർക്ക് അല്ലാഹു 2 തമ്മാടികളായ ഭാര്യമാര് കൊടുത്തത് ഖുർആൻ പറയുന്നുണ്ട്. ഒന്ന് ലൂത്ത് നബിയുടെ ഭാര്യയാണ്, മറ്റൊന്ന് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യയാണ്. ഭർത്താവ് പ്രവാചകനാണെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ. ഭർത്താവ് എത്ര വലിയ സ്വാലിഹാണെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ. എത്രയോ സ്വാലിഹീങ്ങളായ ഭർത്താക്കന്മാർക്ക് എത്രയോ തമ്മാടികളായ ഭാര്യമാരുണ്ടായിട്ടുണ്ട്, വഞ്ചകികളായ ഭാര്യമാർ. ലൂത്ത് നബിയുടെ ഭാര്യയെ കുറിച്ച് ഖുർആൻ എങ്ങനെയാ പറഞ്ഞത്? ലൂത്ത് നബിയുടെ വഞ്ചകിയായ ഭാര്യ ഒറ്റുകൊടുത്തു. അവൾ കാമഭ്രാന്തന്മാരോട് പറഞ്ഞു കൊടുത്തു രഹസ്യമായിട്ട്, എടാ കാമഭ്രാന്തന്മാരെ, ഇതാ ലൂത്തിന്റെ വീട്ടിൽ, ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ചെറുപ്പക്കാർ വന്നിരിക്കുകയാ, കുറച്ച് കുട്ടികൾ കടന്നു വന്നിരിക്കുകയാ. കടന്നു വന്നോളൂ നിങ്ങൾ. ഓടി വന്നില്ലേ കാമഭ്രാന്തന്മാരായ ആ നാട്ടിലെ തമ്മാടികളായ ചെറുപ്പക്കാര്. ലൂത്ത് നബിയുടെ കതക് തട്ടി തുറന്നു. ഉള്ളിലോട്ട് അവർ പ്രവേശിക്കുകയാ. ഈ കൊച്ചുമക്കളെ കാമഭ്രാന്തോടുകൂടി ഇവർ വാരിപ്പുണരുകയാ, ആക്രമിക്കാൻ വേണ്ടി തുനിയുകയാ. ലൂത്ത് നബി 7 അടവുമെടുത്തു, 8 അടവുമെടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട അതിഥികളെ നശിപ്പിച്ചു കളയല്ലേ. അവരെന്റെ അതിഥികളാ, അവരെ നിങ്ങൾ ആക്രമിക്കല്ലേ, അവരെ നിങ്ങൾ കൈവച്ചേക്കല്ലേ. എനിക്കിതാ സുന്ദരികളായ പെൺകുട്ടികളുണ്ടല്ലോ, വേണമെങ്കിൽ ഞാൻ അനുവദനീയമായ മാർഗത്തിലൂടെ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തരാം. അനുവദനീയമായ മാർഗത്തിലൂടെ എന്റെ സുന്ദരികളായ പെൺകുട്ടികളെ വേണമെങ്കിൽ കല്യാണം കഴിച്ചു തരാം. ഈ കുട്ടികളെ നിങ്ങൾ ആക്രമിക്കല്ലേ, അവരെന്റെ അതിഥികളാണെന്ന് പറഞ്ഞപ്പോൾ അവരതൊന്നും തന്നെ മൈൻഡ് ചെയ്തില്ല. അതൊന്നും അവർ ശ്രദ്ധിച്ചില്ല, അതൊന്നും തന്നെ അവർ ശ്രദ്ധിക്കാൻ നിന്നില്ല. ആ കുട്ടികളെ കടന്നു പിടിക്കാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് ആ കുട്ടികൾ അക്ഷരാർത്ഥത്തിൽ മലക്കുകളായിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ. ആ കുട്ടികളെ പടച്ച തമ്പുരാൻ പരീക്ഷണത്തിന് വേണ്ടി പറഞ്ഞയച്ച മലക്കുകളായിരുന്നു, കുട്ടികളുടെ രൂപത്തിൽ കടന്നു വന്ന മലക്കുകളായിരുന്നു. ആ കുഞ്ഞുമക്കളെ തൊടാൻ വേണ്ടി ആ തമ്മാടികൾ ശ്രമിച്ച സമയം അങ്ങോട്ട് മഹാനായ ലൂത്ത് നബിയെയും കുടുംബത്തെയും രക്ഷപ്പെടുത്തി. ഭാര്യ ഒഴികെയുള്ള മറ്റു മക്കളെ എല്ലാവരെയും രക്ഷപ്പെടുത്തി. കാനത്ത് മിനൽ ഗാബിരീൻ, ഭാര്യ തമ്മാടികളിൽ പെട്ട വഞ്ചകിയായിരുന്നു. എന്നിട്ടോ വഅംതർനാ അലൈഹിം മതറാ, അതിശക്തമായ മഴയെ വർഷിപ്പിച്ചു അല്ലാഹു ആ നാട്ടിൽ. അതിശക്തമായ അദാബിന്റെ മഴ ഇറങ്ങുകയാണ് ആ നാട്ടിൽ. ഫൻദുർ കൈഫ കാന ആഖിബത്തുൽ മുജ്രിമീൻ. അല്ലാഹു ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് എന്റെ ശക്തമായ ശിക്ഷ, എങ്ങനെയുണ്ട് എന്റെ ശക്തമായ അദാബ്. അതിശക്തമായ മഴ അങ്ങോട്ട് വർഷിക്കുകയാ. മാനത്ത് മഴമേഘങ്ങൾ ചുരുണ്ടുകൂടി നിന്ന സമയത്ത് അക്രമകാരികൾ വിചാരിച്ചു അനുഗ്രഹമായി പെയ്തിറങ്ങാനുള്ള മഴയാണ് വന്നിരിക്കുന്നതെന്ന്. പക്ഷേ അല്ലാഹു അതിശക്തമായ അദാബാക്കിക്കൊണ്ട് ആ മഴയെ അങ്ങോട്ട് വർഷിപ്പിക്കുകയാണ്. ആ ജനത ഒന്നടങ്കം തകർന്നു പോവുകയാണ്. ലൂത്ത് നബിയും അവിടുത്തെ വിശ്വസിച്ച അനുയായികളും ഒഴികെ ബാക്കി എല്ലാവരും തകർന്നു പോവുകയാണ്. ഇന്നും ജോർഡാനിൽ ചെന്നാൽ അവിടെ ഒരു ചാവുകടൽ എന്ന പേരിൽ, ഒരു ഡെഡ് സീ എന്ന പേരിൽ ഒരു വിശാലമായ തടാകമുണ്ട്. വിശാലമായ തടാകമാണ്. ആ വെള്ളത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ താഴോട്ട് മുങ്ങിപ്പോവില്ല. ജലത്തിന്റെ സാന്ദ്രത നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ആയിരക്കണക്കിന് മനുഷ്യ മക്കളുടെ കബന്ധങ്ങൾ, മയ്യിത്തുകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് അല്ലാഹു ആ ചാവുകടലിൽ മുക്കി കൊലപ്പെടുത്തി കളഞ്ഞെങ്കിൽ മനുഷ്യ മക്കളുടെ ശരീരം ജീർണിച്ചിട്ട് ധാതുലവണങ്ങളെല്ലാം നശിച്ചു പോയിട്ട്, ധാതുലവണങ്ങളെല്ലാം അടിഞ്ഞുകൂടിയിട്ട് വെള്ളത്തിന്റെ സാന്ദ്രത പോലും നഷ്ടപ്പെട്ടിരിക്കുകയാ. 21-ാം നൂറ്റാണ്ടിലെ തമ്മാടിത്ത വർഗങ്ങളായി നടക്കുന്ന ആധുനിക സമൂഹത്തിന്റെ മുഴുവനും മുമ്പിൽ പാഠമായിട്ട് ചാവുകട ഇതാ അല്ലാഹു നിലനിർത്തിയിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ.
ഇന്നും നിലനിൽക്കാൻ. ഇന്നും ചാവുകടൽ, ജോർഡാനിലെ ചാവുകടൽ പാഠമാണ്. സദൂം ഗോത്രത്തിലെ തമ്മാടികളായ ഹോമോസെക്ഷലിൽ ഏർപ്പെട്ടുപോയ സ്വവർഗരതിക്കാരായ ആളുകൾക്കുള്ള അദാബ് അള്ളാഹു നൽകിയിട്ട് ആ ജനതയെ തകർത്തെറിയുകയാണ്. അള്ളാഹുവിന്റെ അദാബ് അങ്ങനെയാണ്. ലൈൻ ശകർത്തും, നിങ്ങൾ നന്ദി ചെയ്യുകയാണെങ്കിൽ അസീദന്നക്കും, ഇഷ്ടം പോലെ തരാം, നിങ്ങൾക്ക് ഇഷ്ടം പോലെ തരാം, വാരിക്കോരി തരാം. നിങ്ങൾ നന്ദി കേട് കാണിച്ചാലോ ഇന്ന അദാബി ലശദീദ്, എന്റെ അദാബ് കഠോരമാണെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒക്കെ പറയൂ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മുടെ ജനതയെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മുടെ സമൂഹത്തെ രക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് വെള്ളമില്ലാതെ കഷ്ടപ്പെടുകയാണ്. വരണ്ടു വീണ്ട ഭൂമിയുടെ ചുണ്ടിലേക്ക് അമൃതധാരയായി പെയ്തിറങ്ങുന്ന കാർമുകിൽ വട്ടം കൂടി നിൽക്കുന്നത് കാണുമ്പോൾ മനസ്സിൽ കുളിര് നിറച്ചുകൊണ്ട് ആകാംക്ഷയോടെ മാനത്തേക്ക് നോക്കിക്കൊണ്ട് കാത്തിരിക്കുകയാണ്. ഇപ്പോൾ പെയ്യുമെന്ന പ്രതീക്ഷയാണ്. ഇന്നലെ പെയ്തു, ഇന്ന് പെയ്യുമോ, നാളെ പെയ്യുമോ എന്നാണ് ഈ മഴയൊന്ന് പെയ്ത് കിട്ടുക എന്നറിയാതെ നമ്മൾ വല്ലാത്ത ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെങ്ങാനും ആകാശത്ത് മഴമേഘങ്ങൾ വട്ടം കൂടി നിന്നാൽ, കാർമുകിലുകൾ കറുത്തിരുണ്ടുകൊണ്ട് ആകാശത്ത് മഴ പെയ്യാനുള്ള സാധ്യതകളോടുകൂടി നിറഞ്ഞു നിന്നാൽ, അള്ളാഹുവിന്റെ ഹബീബിന്റെ മുഖം അങ്ങോട്ട് വിവർണമാവുകയാ, റസൂലുള്ളാന്റെ മുഖം ചുവന്നു പോവുകയാ. ആപ്പിൾ പഴം പോലെ ചുവന്നു തൊടുത്ത മുഖകമലങ്ങളിൽ ഷാണിമ പൂക്കാറുണ്ട്. സഹാബിമാര് ചോദിക്കാറുണ്ട്, നബിയേ എന്തിനാണെന്ന് വ്യസനിക്കുന്നത് നബിയേ, എന്തിനാണെന്ന് വിഷമിക്കുന്നത് നബിയേ? ആകാശത്ത് കാർമുകിലുകൾ കറുത്തുകൂടി നിൽക്കുമ്പോൾ സന്തോഷമല്ലേ ഭൂമിക്ക്? വരണ്ടു വീണ്ട ഭൂമിയുടെ ചുണ്ടിലേക്ക് അമൃതധാരയായി പെയ്തിറങ്ങാനുള്ള മഴമേഘങ്ങളെ കാണുമ്പോൾ മനസ്സിൽ സന്തോഷമല്ലേ വേണ്ടത് നബിയേ? എന്തിനാണെന്ന് ദുഃഖിക്കുന്നതെന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് സഹാബിമാരോട് ചോദിക്കുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട സഹാബിമാരെ, മായു അമ്മിനുനീ അൻ യകൂന ഫീഹി അദാബ്. ഈ കാണുന്ന മഴമേഘങ്ങളിൽ അല്ലാഹു അദാബിനെ ഒളിപ്പിച്ചു വെച്ചിട്ടില്ലെന്ന് ആർക്കാണ് ഉറപ്പുള്ളത് സഹാബാക്കളെ? ഈ കാണുന്ന മഴമേഘങ്ങളിൽ അല്ലാഹു അദാബിനെ ഒളിപ്പിച്ചു വെച്ചിട്ടില്ല എന്ന് ആർക്കുറപ്പുണ്ട്? ആർക്കുറപ്പുണ്ട്? അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം വിവർണമാവാണ്. മഴമേഘങ്ങൾ തിങ്ങി വിങ്ങി നിൽക്കുമ്പോൾ റസൂലുള്ളാഹിക്ക് ലൂത്ത് നബിയുടെ ജനതയെ കുറിച്ച് ഓർമ്മ വരികയാണ്. ഖുർആൻ പരാമർശിച്ച ഭീതിജനകമായ അവസ്ഥകളെ കുറിച്ച്, മഴ വർഷിപ്പിച്ചിട്ട്, തീമഴ വർഷിപ്പിച്ചിട്ട്, അമ്ലമഴ വർഷിപ്പിച്ചിട്ട് എത്രയോ ജനതകളെ തകർത്തെറിഞ്ഞ കഥകൾ റസൂലുള്ളാഹിന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. റസൂലുള്ളാഹി പറയും, എത്രയോ ജനതകൾ കാറ്റടിച്ചുകൊണ്ട് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. وقد رأى قوم العذاب فقال هذا عارض ممطرنا. മഴമേഘങ്ങളെ കാണുമ്പോൾ പഴയകാല ജനതകളെല്ലാം എത്രയോ തവണ സന്തോഷിച്ചിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹാബാക്കളെ. അതുകൊണ്ട് എനിക്ക് പേടിയാ, ഈ മഴമേഘമെങ്ങാനും ശക്തമായി പെയ്തൊഴിഞ്ഞിട്ട് ഈ ഉമ്മത്തിനെ അല്ലാഹു തകർത്ത് കളയുമോ എന്ന് എനിക്ക് വല്ലാത്ത പേടിയാണ് എന്റെ പ്രിയപ്പെട്ട സഹാബാക്കളെ. ആർക്കുണ്ട് ഉറപ്പ് പറയാൻ? ഈ കാണുന്ന മഴമേഘത്തിൽ അല്ലാഹു അദാബിനെ ഒളിപ്പിച്ചു വെച്ചിട്ടില്ലെന്ന്. 2-3 വർഷങ്ങൾക്ക് മുമ്പല്ലേ ഇന്ത്യ മഹാരാജ്യത്തിലെ ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് 60 മണിക്കൂർ ശക്തമായി നിരന്തരമായി മഴ പെയ്തപ്പോ 8 ലക്ഷം പേര് കുടുങ്ങിപ്പോയില്ലേ? 1000-ഓളം വരുന്ന ആളുകൾ മരിച്ചു പോയില്ലേ? 5000-ലധികം വരുന്ന ആളുകളെ കാണാതെയായില്ലേ? 1751 വീടുകൾ തകർന്നു പോയില്ലേ? 147 പാലങ്ങൾ പൊളിഞ്ഞു പോയില്ലേ? 1307 റോഡുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചില്ലേ? ആയിരക്കണക്കിന് മനുഷ്യമക്കൾ തിരിച്ചറിയാൻ കഴിയാത്ത മയ്യത്തുകളായി കൂട്ടിയിടപ്പെട്ടിട്ട് DNA ടെസ്റ്റ് നടത്തിയിട്ട് മയ്യത്തുകൾ കൊണ്ടുപോയി സംസ്കരിക്കേണ്ട അവസ്ഥകൾ ഉണ്ടായത് 3 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇന്ത്യയിലെ ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനത്താണ്. ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന മറക്കാൻ കഴിയില്ല. ഉത്തരാഖണ്ഡിൽ 60 മണിക്കൂർ നിരന്തരമായിട്ട് മഴ പെയ്തു.
ഉരുൾപൊട്ടലുണ്ടായി, 5000-ലധികം വരുന്ന ആളുകളെ കാണാതെയായി, 1000-ലധികം വരുന്ന ആളുകൾ മരിച്ചു പോവുകയും ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടായി. മറക്കാൻ പറ്റുമോ? കഴിഞ്ഞ വർഷല്ലേ ചെന്നൈ മഹാനഗരം കിടുങ്ങിയത്? മെട്രോ നഗരമെന്ന് കൊട്ടിഘോഷിച്ച മഹാനഗരം മദാലസിയെ പോലെ മയങ്ങിക്കിടക്കുന്ന മറീന ബീച്ചിനെ മാറിലേക്ക് ചേർത്ത് പിടിച്ച മഹാനഗരം ചെന്നൈ മഹാനഗരം. മഴ പെയ്തില്ലേ? മഴ പെയ്തിട്ട് ശക്തമായിട്ട് അതിശക്തമായ പ്രളയമുണ്ടായില്ലേ? ഒരു നേരത്തെ അന്നത്തിന് പോലും ഹെലികോപ്റ്ററുകളിൽ നിന്നും എറിഞ്ഞു കൊടുക്കുന്ന ഭക്ഷണപ്പൊതികൾക്ക് വേണ്ടിയിട്ട് കോടീശ്വരന്മാർ വരിനിന്നു പോയത് കഴിഞ്ഞ വർഷം ചെന്നൈ മഹാനഗരത്തിൽ വൻ ദുരന്തമായി നമ്മൾ കണ്ടുപോയതാണ്. അള്ളാഹു എങ്ങനെയാണ് പരീക്ഷണമായിട്ട് നമ്മെ അള്ളാഹു പരീക്ഷിക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാക്കട്ടെ. മഴയങ്ങോട്ട് പെയ്ത് തീർന്നാലല്ലാതെ മുസ്തഫായ നബി തങ്ങളുടെ മുഖം സന്തോഷം കൊണ്ട് നിറയാറില്ല. മഴയങ്ങോട്ട് ശാന്തമായി പെയ്തൊഴിഞ്ഞ് തീർന്നു പോയി, എല്ലാം അവസാനിച്ച് ആകാശം തിളങ്ങി കാർമുകിലുകളെല്ലാം മാറിപ്പോയാലല്ലാതെ അമിനാന്റെ മുത്തുമോൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം സന്തോഷം കൊണ്ട് നിറയാറില്ല. മഹദിയായ സൈനബ ബീവി ഇതൊക്കെ കണ്ടപ്പോൾ ഒരിക്കൽ ചോദിച്ചു, നബിയേ അനഹ്ലികു വഫീന സാലിഹൂൻ, അനഹ്ലികു വഫീന സാലിഹൂൻ, സാലിഹീങ്ങളൊക്കെ നമുക്കിടയിൽ ജീവിക്കുന്ന കാലത്തോളം നമുക്ക് നാശം സംഭവിക്കുമോ നബിയേ? നമുക്ക് അങ്ങനെ ഒരു ധാരണയാണ്. ഇത്ര നല്ല മനുഷ്യന്മാർ, നല്ല പ്രഭാഷണ വേദികൾ, നല്ല മസ്ജിദുകൾ, നല്ല മദ്രസകൾ, നല്ല ദീനി സംരംഭങ്ങൾ, നല്ല അറബി കോളേജുകൾ, നല്ല മഹല്ല് സംവിധാനങ്ങളൊക്കെ നിലകൊള്ളുമ്പോ നമുക്ക് ഈ നാശമൊക്കെ ഉണ്ടാവോ? നമുക്കൊരു ആശങ്കയാണ്. അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? അങ്ങനെയൊക്കെ വിനാശം ഈ ഉമ്മത്തിൽ ഉണ്ടാവോ? മഹദിയായ സൈനബ ബീവി വളരെയധികം ആശങ്കയോടുകൂടി ഇതേ ചോദ്യം അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ അനഹ്ലികു വഫീന സാലിഹൂൻ, നമുക്കിടയിൽ സ്വാലിഹീങ്ങൾ ജീവിക്കുന്ന കാലത്തോളം ഈ നാശമൊക്കെ ഉണ്ടാകുമോ നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നഅം യാ സൈനബ്, നഅം യാ സൈനബ്, അങ്ങനെയൊക്കെ സംഭവിക്കും സൈനബേ. എത്ര സ്വാലിഹീങ്ങൾ നിങ്ങൾക്കിടയിൽ ജീവിച്ചത് കൊണ്ടും കാര്യമില്ല സൈനബേ. ഇദാ കഥുറൽ ഖബതു, ഇദാ കഥുറൽ ഖബതു, നിങ്ങൾക്കിടയിൽ ഖബത്ത് വർദ്ധിച്ചാൽ, എന്താണ് ഖബത്തിന്റെ പച്ചയായ മലയാളം എന്ന് പറഞ്ഞാൽ? അത് പച്ചയായ വ്യഭിചാരമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. കണ്ണിൽ വ്യഭിചാരമല്ലേ, കൈകളിൽ വ്യഭിചാരമല്ലേ, കാലുകളിൽ വ്യഭിചാരമല്ലേ, ഖൽബിലും വ്യഭിചാരമല്ലേ? എന്തെങ്കിലും കച്ചവട സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പോലും ഒരു പെണ്ണിന്റെ വ്യവസ്ഥയായി നിൽക്കുന്ന, അർദ്ധനഗ്നയായി നിൽക്കുന്ന ചിത്രമാ. കച്ചവടത്തിന് പോലും വ്യഭിചാരത്തിന്റെ അംശം ചേർന്ന് നിൽക്കുകയാ. കച്ചവടത്തിന് പോലും വ്യഭിചാരത്തിന്റെ അടയാളം നിലനിൽക്കുകയാ. എവിടെയും വ്യഭിചാരമാ. വ്യഭിചാരം അധികരിക്കുന്ന കാലം കടന്നു വന്നാൽ നിങ്ങൾക്കിടയിൽ എത്ര വലിയ സ്വാലിഹീങ്ങൾ ഉണ്ടായിട്ടും കാര്യമില്ല, നിങ്ങൾക്ക് നാശം സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് കള്ളമേ പറയാത്ത മുഹമ്മദ് മുസ്തഫ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മൾ ദുആ ചെയ്യുക, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇത്തരം മജ്ലിസുകൾ, ഇത്തരം സംഗമങ്ങൾ, ഇത്തരം സ്വലാത്തിന്റെ മാസാന്തം നടക്കുന്ന സദസ്സുകൾ, അതിന്റെ വാർഷികങ്ങൾ, ഇതിലൊക്കെ നമ്മൾ ദുആ ചെയ്യുക. നമ്മൾ അള്ളാഹുവിനോട് ഇരുന്ന് പ്രാർത്ഥിക്കുക. ഇതല്ലാതെ എന്തുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ? എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടാണ് എനിക്ക് പറയാനുള്ളത്. വിവര സാങ്കേതിക വിദ്യയുടെ നെല്ലിപ്പടികൾ നേടി കടന്നു വന്നിട്ട് കമ്മ്യൂണിക്കേഷൻ, വാർത്താവിനിമയോപാധികൾ വളരെ എളുപ്പമായി വാട്സപ്പായി, ഫേസ്ബുക്കായി, ട്വിറ്ററായി, അത്യാധുനിക സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകളായി വിരൽത്തുമ്പിൽ ലോകത്തെ നെടുക്കുന്ന സൈബർ കുറ്റകൃത്യങ്ങൾ പോലും വല്ലാത്ത ഭീഷണിയായിട്ട് ലോകത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അല്ലാഹനെ മറന്നു പോകരുത് എൻ്റെ പ്രിയപ്പെട്ടവരെ.
എന്റെ ചെറുപ്പക്കാരി ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് ചെറുപ്പക്കാരികൾ എന്റെ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ, അള്ളാനെ മറന്നു പോകണ്ട മോളെ, അള്ളാഹുവിനെ മറന്നു പോകണ്ട എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. ഒരു മിസ് കോൾ അടിച്ചാൽ എത്രയും വേണമെങ്കിലും പെൺകുട്ടികൾ വരി നിൽക്കുന്ന കാലഘട്ടമാ. ഒരു കാലഘട്ടം ഇനി കടന്നു വരാനുണ്ട്. എത്രേ ഒരു ചെറുപ്പക്കാരന്റെ പിന്നാലെ 50ഓളം വരുന്ന പെൺകുട്ടികൾ വരി നിൽക്കുന്ന കാലഘട്ടം കടന്നു വരുമത്രേ. 50 പെൺകുട്ടികളുടെ കൈകാര്യകർത്താവായി ഒരു ചെറുപ്പക്കാരൻ വരുന്ന കാലഘട്ടം കടന്നു വരാതെ ഖിയാമത്ത് നാൾ സംഭവിക്കില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 50 പെൺകുട്ടികൾക്ക് ഒരു ചെറുപ്പക്കാരൻ നേതാവായി നിൽക്കുന്ന ഒരു കാലഘട്ടം അതിവിദൂരമല്ലാതെ സംഭവിക്കാനിരിക്കുകയാ. ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ മജ്ലിസിൽ വന്നിരുന്നിട്ട് ഒരു തീരുമാനമെടുക്കാൻ പറ്റുമോ?